മുനമ്പം വിഷയത്തിൽ UDF LDF നേതൃത്വത്തിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജ്. മുനമ്പം ജനതയുടെ നീറുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വഖഫ് നിയമ ഭേദഗതി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാണ് BJP അതിനുള്ള മാർഗങ്ങൾ കൂടി നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിൽ നിന്നുള്ള 19 MP-മാരും ഈ നീക്കത്തെ എതിർത്തുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഷോൺ ജോർജിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: വർഷങ്ങളുടെ വേദനയുടെയും സംഘർഷത്തിന്റെയും കഥയാണ് മുനമ്പം നിവാസികളുടേത്. ഒരു നൂറ്റാണ്ടിലേറെയായി മുനമ്പത്ത് സ്വന്തം സ്ഥലം വാങ്ങി തലമുറകളായി ഈ മണ്ണിൽ ജീവിച്ച് കടലിൽ പോയി ഉപജീവനം നടത്തുന്ന 600ഓളം കുടുംബങ്ങളുടെ മുകളിൽ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ഭീകരതയുടെ കരിനിഴൽ വീണു. അന്നു മുതൽ മാസങ്ങളായി അവർ സമരത്തിലാണ്, തങ്ങളുടെ ചെറിയ തുണ്ട് ഭൂമി സംരക്ഷിക്കാൻ. അവർ സംസ്ഥാന സർക്കാരിനോടും ജയിപ്പിച്ചുവിട്ട MP-യുടെ പാർട്ടിയായ കോൺഗ്രസിനോടും അപേക്ഷിച്ചു. എന്നാൽ അവരുടെ കണ്ണീർ കാണാതെ ഇടതും കോൺഗ്രസും അവരെ ദ്രോഹിച്ചു. മുനമ്പം ജനതയുടെ നീറുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വഖഫ് നിയമ ഭേദഗതി മാത്രമാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് BJP അതിനുള്ള മാർഗങ്ങൾ കൂടി നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിൽ നിന്നുള്ള 19 MP-മാരും ഈ നീക്കത്തെ എതിർത്തു. KCBC, CBCI അടക്കമുള്ള ക്രൈസ്തവ സംഘടനകളുടെ അഭ്യർത്ഥനയെ മുഖവിലക്കെടുക്കാൻ പോലും തയ്യാറാവാതെ കേരളത്തിൽ നിന്നുള്ള ഇടതു വലത് MP-മാർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. എന്നാൽ നിശ്ചയദാർഢ്യമുള്ള BJP സർക്കാർ ആ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. മുനമ്പം ജനതയുടെ കണ്ണീർ കാണാതെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കി ഇടതു വലത് മുന്നണികൾ. VS സർക്കാരിന്റെ കാലം മുതൽ മുനമ്പം ജനതയ്ക്കെതിരായ നിലപാടാണ് CPM സ്വീകരിച്ചത്. അന്ന് സംസ്ഥാന സർക്കാർ നിയമിച്ച MA നിസാർ കമ്മീഷൻ വഖഫ് ബോർഡിന് ഭൂമി തട്ടിയെടുക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകി. മുനമ്പം ജനതയെ കുടിയൊഴിപ്പിക്കണമെന്ന ഈ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മുനമ്പത്തെ ഭൂമി പിടിച്ചെടുത്ത് വഖഫിന് കൈമാറേണ്ടി വരുമെന്ന് 2022 ഡിസംബർ 12-ന് നിയമസഭയിൽ വഖഫ് മന്ത്രി V അബ്ദുറഹ്മാൻ വിശദീകരിച്ചു. കൂടാതെ മുനമ്പത്ത് പ്രശ്നബാധിതർ കയ്യേറ്റക്കാരാണെന്ന സർക്കാർ നിലപാട് അന്ന് നിയമസഭയിൽ മന്ത്രി വ്യക്തമാക്കി. ആ നിലപാട് തന്നെയാണ് ഇന്നും LDF സർക്കാർ തുടരുന്നത്. ഇടത് പ്രതിനിധികൾ രാജ്യസഭയിലും ലോക്സഭയിലും നിയമ ഭേദഗതിയെ എതിർത്തു. CPI ജനറൽ സെക്രട്ടറി D രാജ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒപ്പം ചേർന്ന് ഈ നിയമ ഭേദഗതിയെ ഇല്ലാതാക്കാൻ കോടതിയെ സമീപിച്ചു. മുഖ്യമന്ത്രിയും CPM നേതാക്കളും മുനമ്പത്തുകാരെ പാടെ തഴയുന്ന നിലപാട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജിജു പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ശ്രമിച്ചതിന് ഇത് ഉദാഹരണമാണ്. മുനമ്പം ഭൂമി ഒരിക്കലും അവകാശികളായ സാധാരണക്കാർക്ക് ലഭിക്കരുത് എന്ന നിലപാടാണ് CPM എപ്പോഴും സ്വീകരിക്കുന്നത്. നിലവിലെ വഖഫ് ട്രിബ്യൂണലിന്റെ കാലാവധി പൂർത്തിയായി. പുതിയ നിയമ ഭേദഗതി പ്രകാരമുള്ള ട്രിബ്യൂണൽ രൂപീകരിക്കാനിരിക്കെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് ഇതിന് തെളിവാണ്. സമാന നിലപാടാണ് പല രീതിയിലും കോൺഗ്രസും മുനമ്പത്തുകാർക്ക് എതിരെ സ്വീകരിച്ചത്. മുനമ്പത്തെ ജനതയെ കൂടി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ഹൈബി ഈഡൻ MP പാർലമെന്റിൽ പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതി പാടില്ല എന്നതാണ്. മുനമ്പം ജനതയെ കുടിയൊഴിപ്പിക്കണമെന്ന MA നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു ശാശ്വത പരിഹാരത്തിന് ഒരു ഇടപെടലും UDF സർക്കാരും നടത്തിയില്ല. അന്ന് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ ആയിരുന്നു അധികാരത്തിൽ എന്നതും ഓർക്കണം. 1995-ൽ നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമമാണ് വഖഫ് ബോർഡുകൾക്ക് ഇത്രയും അധികാരങ്ങൾ നൽകിയത്. ഈ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് മുനമ്പം ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത്. 2013-ൽ മൻമോഹൻ സിംഗ് സർക്കാർ വഖഫ് ട്രിബ്യൂണലുകൾക്ക് കൂടുതൽ അധികാരം നൽകി. പാർലമെന്റിലെയും സംയുക്ത പാർലമെന്ററി സമിതിയിലെയും വഖഫ് നിയമ ഭേദഗതി ചർച്ചയിൽ ക്രിയാത്മകമായി ഇടപെടാതെ ബില്ലിനെതിരെ അന്ധമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കേരളത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗ് തുടക്കം മുതൽ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തു. മുസ്ലിം ലീഗ് വരച്ച വരയ്ക്കപ്പുറം കടക്കാത്ത കോൺഗ്രസ് ലീഗിന് കൂടെ പിടിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സഭയിൽ വഖഫ് നിയമ ഭേദഗതിയെ കിട്ടിയ അവസരത്തിൽ എതിർത്തു. എന്നാൽ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തെ പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നു മാത്രമല്ല, വഖഫ് ഭൂമി തിരികെ പിടിക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. പോരാത്തതിന് കോൺഗ്രസിനും ലീഗും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി മുനമ്പത്ത് എത്തി ജനങ്ങൾക്ക് നൽകിയ ഉറപ്പിനെ വളച്ചൊടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു. ഒടുവിൽ ആ നിയമ ഭേദഗതി തന്നെ ഇല്ലാതാക്കാൻ കോടതിയിലേക്ക് ആദ്യം പോയത് കോൺഗ്രസും ലീഗുമാണ്. വഖഫ് ട്രിബ്യൂണലിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്റ്റേ വാങ്ങിയതിനു പിന്നിൽ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് മുനമ്പത്തിനെതിരെ ചെയ്ത ചതി മറച്ചുപിടിച്ച് രാഷ്ട്രീയ ഗിമിക്ക് കാട്ടുകയാണ്
സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. 1995 കോൺഗ്രസ് നേതൃത്വം നൽകിയ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നും 2013 കോൺഗ്രസ് സർക്കാർ തന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്ത വഖഫ് നിയമത്തിലെ സാധാരണക്കാരുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ഗൂഢപദ്ധതികൾ ഒഴിവാക്കിയാണ് BJP സർക്കാർ പുതിയ ഭേദഗതി കൊണ്ടുവന്നത്. എന്നാൽ ഇടതുവലതു മുന്നണികൾ ഒരുമിച്ച് ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്തു. പുതിയ നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ ആവുന്നതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തി മുനമ്പം ജനതയ്ക്ക് നൽകിയ ഉറപ്പിനെ പോലും വളച്ചൊടിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച മുനമ്പം ജനതയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് പലപ്പോഴും നിഴലിക്കുന്നുണ്ട്. പുതിയ നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നതിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശം വ്യക്തമാവുകയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷവും ഉൾപ്പെടെ ഇന്ത്യ സഖ്യം ഒന്നടങ്കം നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയതിലൂടെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട നീതി വൈകിപ്പിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എന്തു തന്നെ സംഭവിച്ചാലും മുനമ്പം ജനതയുടെ കണ്ണീരൊപ്പാൻ നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ മുനമ്പം പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ പുതിയ നിർദ്ദേശങ്ങൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകും. അങ്ങനെ തങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുത്ത് മുനമ്പം ജനതയുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. അതെ, വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക മാത്രമാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേയൊരു വഴി. മുനമ്പം ജനതയെ സംരക്ഷിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ മത്സരിക്കുകയാണ് ഇടതുവലത് മുന്നണികൾ. മുനമ്പത്ത് സാധാരണക്കാരെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഇന്ത്യ സഖ്യം. മുനമ്പം ജനതയെ നിങ്ങൾ എത്ര എതിർത്താലും ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാലും BJPയും കേന്ദ്ര സർക്കാരും നൽകിയ ഉറപ്പ് പാലിക്കുക തന്നെ ചെയ്യും. ഇനി പറയൂ, ആരാണ് യഥാർത്ഥത്തിൽ മുനമ്പം ജനതയെ ചതിക്കുന്നത് എന്നാണ് നേതാവ് കുറിച്ചത്. ഏതായാലും PC-ക്ക് പകരം ഷോൺ ജോർജ് താരമാകാനുള്ള ശ്രമത്തിലാണിത് എന്നത് വ്യക്തമാണ്.